പയ്യന്നൂരിലെ പാർട്ടി എംഎൽഎ ടി.ഐ. മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തെന്ന ഗുരുതര ആരോപണവുമായി സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ രംഗത്ത്. ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലും വ്യാപക ക്രമക്കേട് നടത്തിയെന്നും ആരോപണം. പാർട്ടി കമ്മിറ്റികളിൽ പലതവണ ചർച്ച ചെയ്തിട്ടും പരിഹാരമാകാതെ വന്നതോടെയാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിനെക്കുറിച്ച് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം തന്നെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയത്. ഏറെ നാളായി പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം. രക്തസാക്ഷി ഫണ്ടിലും സിപിഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലും എംഎൽഎ നടത്തിയ ക്രമക്കേട്. പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞിട്ടും നടപടിയാകുന്നതോടെ തുറന്നു പറച്ചിലുമായി സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു. പയ്യന്നൂർ എംഎൽഎ ടി.ഐ. മധുസൂദനെതിരെ അദ്ദേഹം നടത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന്, ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനും തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കാനുമുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അതെൻ്റെ ഒരനുഭവം. ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിനായുള്ള രസീത് മധുസൂദനൻ വ്യാജമായി നിർമ്മിച്ചു. കെട്ടിട നിർമ്മാണത്തിനായി സഹകരണ ജീവനക്കാരുടെ ഇടയിൽ നിന്ന് പിരിച്ച 70 ലക്ഷം രൂപ കാണാനില്ല. വരവിലും ചെലവിലും ക്രമക്കേട് നടത്തി. പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല എന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറി ടി.ഐ. മധുസൂദനാണ്. കൃത്യമായി വരവ് ചെലവ് കണക്ക് തയ്യാറാക്കി അവതരിപ്പിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനാണ്. ആ കണക്കിലാണ്, ഞാൻ നിങ്ങളോട് അങ്ങനെ പറയാൻ കഴിയില്ല വെച്ചിട്ടാണ് ഒരു കണക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. പയ്യന്നൂരിലെ സഹകരണ ജീവനക്കാർ ഒരു മാസത്തെ വേതനാണ് ഏരിയ കമ്മിറ്റി ആഫീസിന് വേണ്ടി സംഭാവന ചെയ്ത്. ഒരു മാസത്തെ വേതന, അതിലൊരു നയാ പൈസ വരവിലില്ല. 70 ലക്ഷം ഉറുപ്യ ഈ സഹകരണ ജീവനക്കാരിൽ നിന്ന് ലഭിച്ച ഫണ്ട് മാത്രം വരും. ആ 70 ലക്ഷം വരവില്ലാത്തിടത്താണ് 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. പരാതി നൽകിയപ്പോൾ അന്വേഷണ കമ്മീഷൻ പരാതിക്കാരനെ ക്രൂശിച്ചു. ആരോപണ വിധേയരെ സംരക്ഷിച്ചു. തെളിവുകൾ ഉൾപ്പെടെ പാർട്ടിക്ക് നൽകിയിരുന്നു. പാർട്ടിയിൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് പുറത്തു പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ഈ പാർട്ടിക്ക് അകത്ത് വന്ന കാലം മുതൽ ഞാൻ വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം എന്നെ പാർട്ടി പഠിപ്പിച്ചത്, ഈ പാർട്ടിയുടെ ജീവവായു എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. ഇത് രണ്ടും ഒഴിവാക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നതാണ് ഞാൻ പഠിപ്പിച്ചത്, പാർട്ടി എന്നെ പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയുന്ന എല്ലാ കാലത്തും ഈ പാർട്ടിക്ക് ആവശ്യമാണ്. ഞാനത് ഈ പാർട്ടിയിൽ വന്ന കാലം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. തുറന്നു പറച്ചിലിന്റെ പേരിൽ നടപടിയെ ഭയപ്പെടുന്നില്ല എന്നും താൻ ആക്രമിക്കപ്പെടുമെന്ന് ചിലർ തന്നോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. സിപിഎം ജില്ലാ നേതാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാകാനാണ് സാധ്യത. ജനം, കണ്ണൂർ.